ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ കയ്യിലുള്ള ഡ്രസ്സുകൾ, അതേപോലെ പേഴ്സ്, ബാഗ്, അതേപോലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് എല്ലാ സാധനങ്ങളും നമുക്ക് ഈസി ആയിട്ട് തന്നെ വാട്ടർ പ്രൂഫ് ആക്കി മാറ്റാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ മഴക്കാലമായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ ടീഷർട്ട്സ്, അതേപോലെ തന്നെ ബാഗ്, ക്യാപ്പ്, അതേപോലെ സംഭവങ്ങളൊക്കെ നമുക്ക് വാട്ടർ പ്രൂഫ് ആക്കി മാറ്റാൻ പറ്റും ചെറിയ ചിലവിൽ. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. പിന്നെ നമ്മളൊരു കാര്യം പറഞ്ഞാൽ, നമ്മൾ ഈ ഒരു ടീഷർട്ടായിരുന്നു നമ്മൾ വാട്ടർ പ്രൂഫ് ആക്കാനായിട്ട് വിചാരിച്ചിരുന്നത്. പക്ഷേ അത് ഒരു കാരണം കൊണ്ട് പറ്റിയില്ല. അതെന്താണെന്ന് നമ്മൾ വീഡിയോയിൽ പറയാം. അപ്പോൾ നമുക്ക് നേരെ ആ ഒരു വീഡിയോയിലോട്ട് അങ്ങ് പോകാം. നമ്മൾ വാട്ടർ പ്രൂഫ് ആക്കിയിട്ട് കാണിക്കാനായിട്ട് പോകുന്നത് രണ്ട് തുണികൾ എടുത്തിട്ടാണ്. ഈ രണ്ട് തുണികളിൽ ഒന്നിലാണ് നമ്മൾ വാട്ടർ പ്രൂഫ് ആക്കിയിട്ട് കാണിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു തുണിയിൽ നമുക്ക് രണ്ട് തുണിയുടെ ആവശ്യമില്ല, ഒന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു തുണി അങ്ങ് മാറ്റി വെക്കാം. എന്നിട്ട് ഈ ഒരു തുണിയിലാണ് നമ്മൾ വാട്ടർ പ്രൂഫ് ആക്കിയിട്ട് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ തുണി വെച്ചതിന് ശേഷം അടുത്തായിട്ട് വേണ്ടത് നമുക്ക് മെഴുകാണ്. നമ്മുടെ മെഴുകുതിരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ ഒരു മെഴുകുതിരിയുടെ ഒരു ചെറിയ പീസ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ടീഷർട്ടിലൊന്നും നമ്മൾ വാട്ടർ പ്രൂഫ് ആക്കി കാണിക്കാത്തത്. പിന്നെ ടീഷർട്ടിലൊക്കെ എടുക്കാൻ ഒരുപാട് സമയം വേണം. പിന്നെ നമ്മൾ മഴ ആയതുകൊണ്ട് മഴയില്ലാത്തൊരു സമയത്ത് വീഡിയോ എടുക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഈ ഒരു തുണിയിൽ വാട്ടർ പ്രൂഫ് ആക്കിയിട്ട് കാണിക്കുന്നത്. ഒരു ഡെമോ ആണ്. അപ്പോൾ നമ്മൾ ടീഷർട്ടിലൊക്കെ ആക്കാം, അതിന് ഒരുപാട് ടൈമാണ്. നമ്മൾ പുറത്തുനിന്നാണ് വീഡിയോ എടുക്കുന്നത്, മഴ ആയതുകൊണ്ടാണ്. അപ്പോൾ പെട്ടെന്ന് മഴയില്ലാത്തൊരു സമയത്ത് വീഡിയോ എടുക്കുകയാണ്. പിന്നെ ചെറിയൊരു മെഴുകിൻ്റെ പീസേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു മെഴുകിൻ്റെ പീസ് വെച്ച് ഇതിൽ മുഴുവനായിട്ടും ഇതേപോലെ ഇങ്ങനെ ഉരച്ചു കൊടുക്കണം. അപ്പോൾ ഇതേപോലെ ഉരച്ചു കൊടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാവും. ഈ ഒരു രീതിയിലാണ് ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ മുഴുവനായിട്ടും ഒന്ന് ഉരച്ച് ഈ ഒരു മെഴുക് ഉരച്ചെടുക്കണം. ഹോൾസൊക്കെ അതേപോലെ തന്നെ ഉണ്ടാവും, ഹോൾസൊന്നും പോയില്ല. എന്നാലും നമുക്ക് വാട്ടർ പ്രൂഫ് ആക്കിയിട്ട് മാറ്റാൻ സാധിക്കും. അപ്പോൾ ഇത് ഉരച്ചതിന് ശേഷമാണ് അടുത്ത പരിപാടി. അപ്പോൾ നമ്മൾ ഇതേപോലെ മുഴുവനായിട്ടും ഇതേപോലെ ഇങ്ങനെ ഉരച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഉരക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ താഴ്ഭാഗത്ത് ഒരു ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്ക് എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഉരക്കാനായിട്ട് ഇതേപോലെ ഉരത്തി കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതിന് അടിയിലായിട്ട് നമ്മൾ ഇതേപോലെ നോട്ട്ബുക്ക് വെച്ചതിന് ശേഷം ഇനിയാണ് ഇതേപോലെ മുഴുവനായിട്ടും ഉരച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മുഴുവൻ ഉരക്കുന്നത് കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ പെട്ടെന്ന് തന്നെ ഇതേപോലെ സ്പീഡായിട്ട് കാണിക്കാൻ അല്ലെങ്കിൽ ബോറടിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ മുഴുവനായിട്ടൊന്ന് ഉരച്ചെടുക്കണം. എന്നിട്ട് ഇത് മുഴുവനായിട്ടും ഇതേപോലെ തേച്ചതിന് ശേഷമാണ് നെക്സ്റ്റ് പരിപാടി. അപ്പോൾ നമ്മൾ ഒരു ഭാഗം പോലും ഒഴിവില്ലാതെ ഇതേപോലെ തേച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ടീഷർട്ടിലൊക്കെ ആണെങ്കിലും ഇതേപോലെ തന്നെ മുഴുവനായിട്ടൊന്ന് ഇതേപോലെ ഉരത്തി കൊടുക്കുകയാണ് വേണ്ടത് മെഴുകുതിരി. അപ്പോൾ നമ്മളിത് ഈ ഒരു വൈറ്റ് കളർ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനി വേറൊരു പരിപാടി ഉണ്ട്. അപ്പോൾ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഇതേപോലെ മുഴുവനായിട്ടും ഉരത്തി കൊടുത്തു. ഇപ്പോൾ അതാ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മുഴുവനായിട്ട് ഉരത്തിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇത് വാട്ടർ പ്രൂഫ് ഏകദേശം ആയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഈ ഒരു തുണിയും ആ ഒരു തുണിയുടെ പീസ് തന്നെയാണ്. പക്ഷേ ഈ രണ്ട് തുണിയും തമ്മിലുള്ള കളർ വ്യത്യാസം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. നല്ല കളർ വ്യത്യാസമുണ്ട്. ഒന്നൊരു വൈറ്റ് കളറാണ്. അപ്പോൾ ആ കളർ നമ്മൾ പഴയ കളർ തന്നെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഇതേപോലെ ഒരു ലൈറ്റർ ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് ചൂടാക്കി കൊടുക്കുക. നന്നായിട്ട് കരിക്കരുത്, ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ തന്നെ ആ ഒരു മെഴുകൊന്ന് ചൂടായി കഴിഞ്ഞാൽ ആ ഒരു വൈറ്റ് കളർ പോവും, പഴയ കളർ തന്നെ ആവും, ട്രാൻസ്പെറൻ്റ് ആവും. മെഴുകൊന്ന് ചൂടായി കഴിഞ്ഞാൽ ആ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു കളർ വരും. അപ്പോൾ നമ്മുടെ തുണി ഏത് കളറാണോ ആ ഒരു കളറിലോട്ട് തന്നെ വരും. നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒരു മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടാണ് ചൂടാക്കുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ ലൈറ്റർ വെച്ചുകൊണ്ട് ചെയ്യുന്നത്. സാവധാനം ചെയ്താൽ മതി, അല്ലെങ്കിൽ തുണി കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ വാട്ടർ പ്രൂഫ് ആക്കിയതൊക്കെ വെറുതെ ആവും. അപ്പോൾ ഇതേപോലെ മുഴുവനായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുക. മെഴുക് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ തന്നെ ആ ഒരു വൈറ്റ് കളർ പോവും. വൈറ്റ് കളർ പോയാൽ നമ്മുടെ പഴയ കളർ തന്നെ വരും. ഇതേപോലെ വീഡിയോയിൽ സ്പീഡായിട്ട് കാണിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിൽ ഒരു ഗിവ് അവേ നടക്കുന്നുണ്ട്. നമ്മുടെ ചാനലിൽ കയറി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, ഒരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയിലെ ഗിവ് അവേയിൽ എല്ലാവരും പങ്കെടുക്കാൻ ശ്രമിക്കുക. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതേപോലെ മുഴുവനായിട്ട് ഈ വൈറ്റ് കളർ മാറാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മെഴുകൊന്ന് ചൂടാക്കി കൊടുക്കുക. ഇപ്പോൾ ഇതേപോലെ മുഴുവനായിട്ടും ചൂടാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കുറച്ചൊരു ബലം കൂടിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു തുണിയും രണ്ട് നോക്കി കഴിഞ്ഞാണെങ്കിൽ കളർ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ഒരു രണ്ട് തുണിയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു തുണി കുഴഞ്ഞ തുണിയാണ്. അപ്പോൾ ആ ഒരു തുണീനെ നമ്മൾ മെഴുകൊക്കെ ആക്കി വാട്ടർ പ്രൂഫ് ആക്കിയപ്പോൾ ഇത് കുറച്ച് ബലം കൂടിയിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ കുറച്ച് ബലം കൂടിയിട്ടുണ്ട് എന്നല്ലാതെ കളർ മാറ്റമൊന്നുമില്ല. കളറൊക്കെ പഴയ കളർ തന്നെ ആയിട്ടുണ്ട്. ഇനി നമ്മളിത് രണ്ടും തമ്മിലുള്ളൊരു ഡിഫറൻസ് കാണിച്ചു തരാം, വാട്ടർ പ്രൂഫ് ഉള്ളത്. അപ്പോൾ നമ്മളിതാ ഈ ഒരു സാധാരണ തുണിയിലോട്ട്, വാട്ടർ പ്രൂഫ് ആക്കാത്ത തുണിയിലോട്ട് നമ്മളിതാ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇതേപോലെയാണ് നിൽക്കുന്നത്.
വെള്ളം ഇതേപോലെ നിൽക്കുന്നുണ്ട്. അത് നനച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ കളഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വെള്ളം അതിൽ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇതാ കണ്ടോ, ഇതിൽ വെള്ളം പിടിച്ച് നിൽക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ നമ്മളിത് ഈ ഒരു വെള്ളം നമ്മൾ കളയാണ്. ഇനി നമ്മൾ വാട്ടർ പ്രൂഫ് ആക്കി മാറ്റിയ തുണി നമ്മളൊന്ന് കാണിച്ചു തരാം. നമ്മളിത് ഇവിടെ വെള്ളമൊക്കെ ഉണ്ടാവുക കളഞ്ഞതിന് ശേഷം നമ്മളിത് ഈ ഒരു തുണിയാണ് നമ്മൾ വാട്ടർ പ്രൂഫ് ആക്കി മാറ്റിയത്. ഇത് നോക്കി കഴിഞ്ഞാൽ ഹോൾസൊക്കെ അതേപോലെ തന്നെയുണ്ട് കണ്ടോ, ഹോൾസൊന്നും പോയിട്ടില്ല. അപ്പോൾ ഈ ഒരു തുണി നോക്കുകയാണെങ്കിലും അതേപോലെ തന്നെ ഹോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് നോക്കാം, ഇതാ കണ്ടോ, ഹോൾസും കാര്യങ്ങളൊന്നും പോയിട്ടില്ല. പക്ഷേ വാട്ടർ പ്രൂഫ് ആണോ അല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കണ്ടോ ഒരു ബബിള് പോലെയാണ് വെള്ളം നിൽക്കുന്നത്, നമ്മുടെ ചേമ്പിലയിലൊക്കെ വെള്ളം ഒഴിച്ച പോലെ. ഇനി നമ്മളിത് ഇതേപോലെ കളഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്ടോ വെള്ളം പിടിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്നും ഉള്ളൂ. അത് നമ്മൾ ഇതേപോലെ ആണ്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് തട്ടി കഴിഞ്ഞാൽ പോകും. ഇനി നമ്മൾ ഒന്നുകൂടി ജസ്റ്റ് നല്ല കൂടുതൽ വെള്ളം ഒഴിച്ചായിട്ട് ഒരു ടെസ്റ്റ് കാണിച്ചാൽ നമ്മളിത് ഇതേപോലെ 2 തുണി നമ്മൾ ഇതേപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് വെള്ളം ഒഴിക്കുകയാണ്. 2 തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് കാണിച്ചു തരാം. ഇതിൽ ഒഴിക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ പടർന്ന് കിടക്കണം, പക്ഷേ ഇതിൽ ഒഴിക്കുന്ന സമയത്ത് ഇതേപോലെ ഒഴുകി കളിക്കുകയാണ്. അപ്പോൾ നമ്മളിതാ ഇനി ഇതിൻ്റെ ഇത് രണ്ടും കളഞ്ഞതിന് ശേഷം അടുത്ത നെക്സ്റ്റ് നമ്മൾ മുഴുവനായിട്ടും വെള്ളം ഇതിൻ്റെ മുകളിലോട്ട് ഒറ്റ ഒഴിക്കാൻ പോവുകയാണ്. അപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് കാണിച്ചു തരാം. ഇതിൽ ഇതേപോലെ ചെറുതായിട്ട് വെള്ളം പിടിച്ചിട്ടുള്ളൂ, പക്ഷേ നമ്മുടെ ഈ ഒരു തുണി പറ്റ നനഞ്ഞു പോയി. ഇനി നമ്മൾ ഇതേപോലെ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ഈ ഒരു വാട്ടർ പ്രൂഫ് ആക്കിയിട്ടുള്ള തുണി വെള്ളം അതിലൂടെ ഒഴുകിയാണ് പോവുകയാണ് ചെയ്യുന്നത്, അതിൽ പിടിച്ച് നിൽക്കുന്നില്ല. അപ്പോൾ നമ്മൾ ടീഷർട്ടൊക്കെ നമ്മൾ ഇതേപോലെ വാട്ടർ പ്രൂഫ് ആക്കുകയാണെങ്കിൽ നമുക്ക് വെള്ളം നനയാതെ നടക്കാം. പിന്നെ നമ്മുടെ തൊപ്പി അതേപോലെ സംഭവങ്ങളൊക്കെ നമുക്ക് വാട്ടർ പ്രൂഫ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള സംഭവം കിട്ടും. ഇനി നമ്മൾ ഇതിലോട്ടൊക്കെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ തമ്മിൽ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നമ്മുടെ ഗിവ് വേയിൽ പങ്കെടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റും കൂടി ചെയ്യാം. അപ്പോൾ നമ്മളിതാ ഈ ഒരു വാട്ടർ പ്രൂഫ് ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലോക്ക്ഡൗൺ ആയതുകൊണ്ടാണ് ഇതേപോലെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ വരുന്നത്. നമുക്ക് വീഡിയോസ് നല്ല കണ്ടൻറ്റുകൾ ഉണ്ട്, പക്ഷേ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ ഒരു തുണിയുടെ ചെറിയൊരു പീസാണ് നമ്മൾ വാട്ടർ പ്രൂഫ് ആക്കി മാറ്റിയിട്ടുള്ളത്. ഇതിലിപ്പോൾ വെള്ളം പാർന്നു കഴിഞ്ഞാൽ ചേമ്പിലയിലൊക്കെ നമ്മൾ വെള്ളം പാർന്നുള്ള ആ ഒരു രീതിയിൽ വെള്ളം നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ടീഷർട്ട് വാട്ടർ പ്രൂഫ് ആക്കി മാറ്റാത്തത് എന്ന് വെച്ചാൽ നമ്മൾ മെഴുക് കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു തുണി നമ്മൾ വാട്ടർ പ്രൂഫ് ആക്കിയത്. അപ്പോൾ മെഴുക് നമുക്ക് കിട്ടാൻ നമ്മളിപ്പോൾ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും, പക്ഷേ നമ്മുടെ കയ്യിലുള്ള ഒരു ചെറിയൊരു മെഴുകിൻ്റെ പീസ് വെച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ വെറുതെ ടൗണിലൊന്ന് പോയി വെറുതെ ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് ലോക്ക്ഡൗൺ ആണ്, അപ്പോൾ അതുകൊണ്ട് വെറുതെ പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇതേപോലെ ഒരു ചെറിയൊരു പീസ് വെച്ചുകൊണ്ട് ചെറിയൊരു ഡെമോ കാണിച്ചു തന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് കുറേ സാധനങ്ങളൊന്നും മേടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് വീഡിയോസൊക്കെ നല്ല പെൻഡിങ് വരുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടൻറ്റുകളൊക്കെ ചെറിയ വീട്ടിലിരുന്ന് ചെയ്യാൻ കഴിയുന്ന കണ്ടൻറ്റുകളൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.